പാറക്കലിന് പന്താവൂർ പോണ റൂട്ടാണിത്. മക്കാം റോഡ് പന്താവൂരിലേക്കുള്ള റോഡാണ്. ഇതാ വെള്ളം കൂടിയിട്ട് നിൽക്കുകയാണ്. മഴക്കൊരു ശമനം വന്നിട്ടില്ല. ഇവിടെ രണ്ടാൾക്കാർ കൊട ചൂടി നിൽക്കുന്നുണ്ട്. മഴ എന്താ ഇപ്പൊ മഴയെ പറ്റി പറയാനുള്ളത്? അത് ശരി. വെള്ളം പാറക്കല് പല ഭാഗത്തൊക്കെ ആൾക്കാർ ഒലിച്ചു പോയിക്കണല്ലോ വയനാട്ടില്. അപ്പൊ ഈ വെള്ളത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒന്നേ നടന്നു വരുന്നു, കാണാൻ വരുന്നുണ്ട്. അത് ശരി. എന്താ ഈ നിക്കണേ? ബോട്ടാ ഈ നിക്കണ? എന്താ ബോട്ടാ? ഇതാ ഞാൻ പാറക്കൽക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയിട്ട് പോവാണ്. എന്താ കുളിക്കാന്ന? നീന്തിക്കൂട്. ആ അതന്നെ. ആ നീന്തര നടക്കല്ലട, നീന്തരാണ്. നീന്തിക്കൂട്. ഇത് പാറക്കലത്തെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കണത് കേട്ടാ. നാട്ടിലെ പ്രമുഖ എന്താ ഇപ്പൊ ഈ വെള്ളക്കെട്ടിനെ പറ്റിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്കൊന്നും ആകെപ്പിടുത്തം വിട്ടിക്കണല്ലേ? ആകെപ്പിടുത്തം വിട്ടിക്കണേ. ഏറ്റവും വലിയ പെട്ടിലാണ് ചാനലിൽ വരുന്ന ചാനലിന്റെ പേര് സിമ്പിൾ വർക്ക്. ഒന്നാ നീന്തി പോണ് ന്യൂസ് കോഴിക്കോട്. റിപ്പോർട്ടർ അക്കു കക്കടികൾ. ഞങ്ങളുടെ കൂടെ വല്ലാതാണ്ട് നീന്തി പോണ്ട. പന്താവലത്തിന്റെ അവിടെ വിട്ടുള്ളൂ. കോഴിക്കോളി. അങ്ങോട്ടൊക്കെ വെള്ളം തന്നെയല്ലേ? പിടുത്തം വിട്ട വെള്ളം. ഇതാ നമ്മളെ താബൂക്ക് കമ്പനി കാണുന്നു. താബൂക്ക് തുടങ്ങാനേ നന്നായി. അല്ലെങ്കിൽ ഇതൊക്കെ പാടെ ഒലിച്ചു പോയിരുന്നു. ഇതാണ് താബൂക്ക് കമ്പനി. പാറക്കല്ലെ പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത്. പാറക്കലെ വെള്ളച്ചാട്ടം. ആകെ വെള്ളത്തിൻ്റെ അടി വെട്ടിക്കണ് പാറക്കുള്ളവരൊക്കെ. ഇനി എന്തായാലും വേണ്ടില്ല, അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കുക. ആ പോണെന്ന് വെള്ളത്തിൽ കൂടെ വണ്ടി പോണ്. പാറക്കലെ ദൃശ്യങ്ങളാണ് ഇപ്പൊ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടി ഇപ്പൊ വെള്ളത്തിന്റെ അടി ഓടില്ലല്ലോ. അതിനെ നോക്കിക്കട്ടാ. നീന്തിക്കോ, അല്ല നീന്തിക്കോ. ഒന്നാ വെള്ളം ഉണ്ടാവുള്ളൂ, നാളെ വെള്ളം ഉണ്ടാവില്ല. ഇതാ 3 ആളായി കൂടെ നടന്നു വരുന്നുണ്ട്. 3 4 ഒരാളെണ്ണം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പാറക്കലെ ദൃശ്യം എല്ലാവരും പകർത്തണം പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പാറക്കൽക്ക് എത്തിയിട്ടുണ്ട്. പാറക്കലെ വീഡിയോയും കാര്യങ്ങളും ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരെണ്ണം വാർപ്പിൻ്റെ മേലുണ്ട്. മുന്നിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് അൽഫലാഹ് ഭാഗത്തേക്ക് പോകണം. ഈ പ്രദേശത്തെ വെള്ളക്കെട്ടും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലിൽ തത്സമയം ഇതാ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലിന്റെ ദൃശ്യങ്ങൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആകെ വെള്ളത്തിന്റെ അടിപെട്ട് പണി പാളിയിക്കണ്. ഈ കുട്ടിയുടെ മുന്നിൽ നീന്തിയിട്ട് ഇപ്പൊ എന്താ ഹലാക്കൊക്കെ ഉണ്ടാക്കണാവോ? ഏടെ മേലല്ലട കുട്ടിയോടെ. ഇവിടെ മാമുട്ടിക്ക് നെല്ലുണ്ടാക്കിണ്ടായിരുന്നു. നെല്ല് നല്ല ഉണ്ടായിട്ടുണ്ട്. ഇതാ ഒരു ഭാഗത്തേക്ക് കയറിക്ക. ആദ്യം ഫോണും കാര്യങ്ങളൊക്കെ കീശലുണ്ട്. അതെന്താ ഇവിടെ JCB കൊണ്ട് വല്ലതും മാന്തണ്ട?
ചാടി കളിച്ചിട്ട് കാര്യമില്ല. സ്വദേശികൾക്ക് വളരെ ബുദ്ധിമുട്ടില്ല. കക്കടിപ്പുറം സ്വദേശികൾ വളരെ അധികം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് എന്നാണ് നടുവട്ടത്തുള്ള ആള് പറയണത്. നടുവട്ടത്തൊക്കെ എങ്ങനെ വെള്ളം കൂടിക്കണ കുറഞ്ഞിക്കണ? വെള്ളമില്ല. അത് ഏത് ടൈമിൽ നിങ്ങൾക്ക് വെള്ളം കിട്ടില്ല അവിടെ. അത്രക്ക് നന്ദി നിങ്ങള്. ഞങ്ങളവിടെ വെള്ളം കണ്ടില്ലേ? നിങ്ങളവിടെ വെള്ളം ഉണ്ടാ? നിങ്ങളവിടെ വെള്ളം ഉണ്ടാ? വളരെ കുറവാണ്. അത്രക്ക് നന്ന സ്വഭാവം. ഞങ്ങളവിടെ വെള്ളം നല്ലുണ്ട്. ഇതാ എന്താണ് ഇപ്പൊ ഇത് പരല്. ഇതാ ഇവിടെ മീൻ പിടിച്ചിട്ട് വല കോരി വല വെച്ചിട്ട് മുമ്പാരത്ത് ഒരാൾ ഇരിക്കണുണ്ട്. തത്സമയ വീഡിയോയിലേക്കാണ് പോണ്. ഒരു കാലത്തുമില്ലാത്ത വെള്ളാണ് ഈ വന്നിക്കണെന്നാ പറഞ്ഞ്. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഈ അതിൽ വെള്ളം കയറിയില്ല. ഇതിപ്പോ മഴ നിൽക്കാൻ സാധ്യതയില്ല. എവിടക്കെങ്കിലും കെട്ടും അൽമാറിയും ബെഡൊക്കെ എടുത്തിട്ട് പുറത്ത് കിട്ടോളി. ഇനി നാളെ മുതൽ പോവാൻ പറ്റില്ല. ഉള്ള കാര്യം പറഞ്ഞുതരാം. വീട്ടിൽ നിക്കറിയല്ലേ തൂത്തിട്ട് കാര്യമില്ല. മേലെ കയറിക്കോ. മേലെ കയറിത്തിരുന്നോളി. ഉള്ള കാര്യം പറഞ്ഞുതരാം. ഇതെന്താ ഒന്നും കണ്ട് തിരിഞ്ഞോളി. എല്ലാരും ഒന്നും തിരിഞ്ഞ് മുഖം കാണിക്കറ എങ്ങൈമാരങ്ങള്. ആകെ വെള്ളത്തിന്റെ അടിയിലായിരിക്കണം. ബസ്സും ലോറിയൊന്നും ഇനി എടുക്കാൻ പറ്റില്ല. ഒക്കെ ഒഴിച്ചു പോകാൻ സാധ്യത ഉണ്ട്. പാറക്കലെ ദൃശ്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മള് പാറക്കൽക്ക് ഏതാണ്ട് നിമിഷങ്ങൾക്കകം പാറക്ക ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാറകൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ മൊബൈലും ഇതൊക്കെ കീസയിൽ വെച്ചിട്ടുണ്ട്. എല്ലിയൊക്കെ വെള്ളത്തിന്റെ അടിപെടും. പാറക്കലെ ദൃശ്യങ്ങളാണ് കാണാൻ പോണ്. അവിടെ നെല്ലുണ്ടാവില്ല. ഇവിടെ നെല്ലുണ്ടാക്കിയിട്ട് പറയുന്നുണ്ട്. ഇനി നെല്ലൊന്നും ഉണ്ടാവില്ല. നെല്ലൊക്കെ പോയിക്കണ്. പാറക്കത്തോടിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളെ ചെക്കന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുയ്യും ചാലും കുന്തും കടച്ചക്കറൊക്കെ ഉണ്ട്. ഇതാ ചില ആൾക്കാർ വീടിൻ്റെ മുകളിൽ താമസാക്കിയിട്ടുണ്ട്. അരിയും സാധനങ്ങളൊക്കെ ആയിട്ട്. പണി പാളിയില്ല. എനിക്ക് ഗൾഫിലേക്ക് നിൽക്കാനില്ല. എന്തിനാ പോയി. അതാ ഇവിടെ ഇതാ എൻ്റെ ഒപ്പ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പാറക്കത്തെ വീഡിയോ പ്രത്യേകമായിട്ടെടുക്കാന്. അപ്പൊ നിങ്ങൾ കണ്ടോളി. ഇത് നിങ്ങളെ വീടാണ് ഈ കാണുന്നത്. പാറക്കലെ ട്ടാ നല്ല കണ്ടോളി. ഇതിപ്പോ വെള്ളത്തില് അരക്കൊപ്പം കൗത്തിനൊപ്പം വെള്ളത്തില് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. സിമ്പിൾ വർക്കിന്റെ യൂട്യൂബ് ചാനലാണിത്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലും ബ്രേക്കും കയറി അമർത്തി കൊടുക്കുക. സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനൽ പാറക്കലെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നെടുക്കുന്ന വീഡിയോ അന്ന് തന്നെ ഇതിലുണ്ടായിരിക്കുന്നതാണ്. എന്താണ് വെള്ളത്തിന് കുറിച്ചിട്ട് രണ്ടു വാക്ക് പറയാനുള്ളത്? ഇങ്ങനെ മുഖം കാണിക്കണോ? ഇല്ല എന്താ മുഖം കാണിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഒരു മനുഷ്യന്മാര്. ഇല്ല വെള്ളത്തിന് പറ്റി മയ്യത്തുണ്ടാവും. പാറക്കലാണ്. പാറക്കല് കോട്ടേഴ്സിന്റെ ഉള്ളിൽ പരല്, ചെമ്മീന്, അയില, മത്തി മുതലായവ വിൽപ്പന നടത്തുന്നുണ്ട്. ഹിന്ദിക്കാരാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാലിന്റെ ഒക്കെ ഇത് കാലിന്റെ ഒക്കെ ഇതവിടെ കയറി എങ്ങനെ ഇറങ്ങുമ്പോ നോക്കണട്ടാ. ഇവിടെ കിടക്കിന്റെ അതിൽ കൂടെ ഉള്ളിൽ കൂടെ വലിച്ചു പോകും. പിന്നെ കാതർക്കാട് വീട്ടിന്റെ പരിസരത്ത് കിട്ടുള്ളൂ. ഇതാ പാറക്കത്തോടും പാറക്ക റോഡും ഒന്നും കാണാനില്ലപ്പോ. പിന്നെ ഇത് അച്ഛന്റെ തട്ടുകട. പൊറാട്ട, ചെമ്മീൻ കറി, കോഴിക്കറി മുതലാവ എല്ലാം ഇതിലുണ്ട്. പക്ഷെ ഇപ്പൊ കിട്ടില്ല എന്നുള്ളൂ. ഇനി തീരും കിട്ടില്ല.
ഇത് ഒലിച്ചു പോയിക്കണേ, ഏതാണ്ട് തീരുമാനമായിക്കണ. ഇനി ഇത് തുറക്കോന്ന് തോന്നിയില്ല. ബോർഡുമുള്ള കാര്യങ്ങളുണ്ടാവുള്ളൂ. തിന്നാൻ വേണ്ടിയിട്ട് ഇനി ഒന്നും കിട്ടില്ല. കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിക്കണേ. പഴം അതാ ഒലിച്ചു പോണ്. ബിസ്ക്കറ്റ്, ടൈഗർ ബിസ്ക്കറ്റ്, കുക്കീസ്, മുട്ടായി ഒക്കെ പോയി. ഇതാ ഇതാ ഒരാൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാ പുറത്തിറങ്ങണേ. ഓ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ആ ഇത് അജു, ഇത് ഷിയാബ്, അബ്രായി, റിയാസ്, എല്ലാരും ഉണ്ട്. വെള്ളം കുറവാ. വെള്ളം കുറവല്ല, കൂടുതൽ. 2 പൊറാട്ടി മുട്ടക്കറിയും പോയി മേടിച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്ന് മേടിച്ചോ. ആ അച്ഛൻ്റെ കടയിൽ നിന്ന് 2 പൊറാട്ടി മുട്ടക്കറിയും മേടിച്ചോളൂ. ഇജിപ്പം ഇങ്ങനെ നടക്കുന്നതാണല്ലേ. എന്താ എനിക്ക് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഈ ഒരു കാഴ്ച കാണാൻ പറ്റി വളരെ സന്തോഷമുണ്ട, ദുഃഖമുണ്ട? ദുഃഖമല്ലോ, എന്ത് സന്തോഷം. നമ്മുടെ നാടിങ്ങനെ എന്താ പറയുക, ഒരു അപകടാവസ്ഥയിലേക്ക് നമുക്ക് ഒരിക്കലും ദുഃഖം വരൂല. അത് പഠിച്ചോൻ തരുന്ന അപകടമല്ല. ഇതിനിപ്പോ നിവർത്തിയൊന്നുമില്ലല്ലോ. ഷോക്കലാലോ, അത്രേ ഉള്ളൂ. എല്ലാരും ഉണ്ട് പാറക്ക. ഇതാ പാറക്കത്തോടും പാറക്ക റോഡും തോടും ഒന്നും ഇപ്പൊ കാണാൻ വയ്യാതായി. എന്താ ഇന്ന് ലീവാവും ഒക്കെ. ഇന്നിപ്പോ ഇവിടുന്ന് പോവാൻ പറ്റണില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റണില്ല. ഒരു കാര്യം ചെയ്തോ, 4 ഭാഗത്തും വെള്ളാണ്. എങ്ങനെയും കഴിച്ചലായിക്കോ. അതാ ഈ മഴ 4 ദിവസം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. മദ്രസയ്ക്ക് പോകാനും പണിയാണ്. അവിടെ ഉരുൾപൊട്ടലല്ലേ, ഒലിച്ച് അടിക്കുമല്ലേ, അതല്ല ഇപ്പൊ പ്രശ്നം. ഇപ്പൊ എവിടെയും താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നല്ല വെള്ളം. ഇതിപ്പോ നിങ്ങളെ കാഴ്ചയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വെള്ളം വന്നിട്ടുണ്ടോ? ഉണ്ടായില്ല. ആ കുറച്ച് മുന്നേ നല്ല ഒരു വെള്ളം കൂടിയല്ലോ. അന്ന് ഇത്ര ആയില്ല. ഇത് ആദ്യമായിട്ടാണ് ഇപ്പൊ ഇത്രയും വെള്ളം ഇവിടെ കൂടുന്നത് അല്ലേ. പിടുത്തം വിട്ട മഴയാണ്. മഴ നിൽക്കണില്ല, മഴക്കൊരു ശമനമില്ല. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 4 മണിക്ക് തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇതാ പാറക്കത്തോട് ഇവിടെ ഇവിടെയൊക്കെ ഇരുന്നിരുന്ന് ചെക്കന്മാർ. ഇപ്പം അവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല, റോഡ് കാണാനില്ല. ഹെൽത്ത് സെൻറ്റർ, ബഷീറിൻ്റെ കട, എല്ലതും ഇവിടെ ഉണ്ട്. അപ്പം ഇനി നമ്മൾ പന്താവൂർ റോട്ടിലേക്ക് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടുത്തെ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ഇതെന്താ ഇപ്പം ഒഴിച്ചു വരുന്നത്? അത്ര ഒന്നുമല്ലല്ലോ സെർഫറേ. അപ്പൊ ഇവിടൊക്കെ വെള്ളം. ഇത് നിഷായിന്റെ അറവ് കട. 5 കിലോ പോത്തിറച്ചി ഉണ്ടെങ്കിൽ തന്നാളി. ഫുള്ള് വെള്ളക്കെട്ടിലാണ്. എല്ലാ വീടും വെള്ളക്കെട്ടിന്റെ അടിയിൽ പെട്ടിരിക്കുകയാണ്. നമ്മള് പാറക്കല്ല് പന്താവൂർ റോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാക്കാട് അസറോന്റെ അവിടെ ഒരു കപ്പ് ഇരിക്കുന്നുണ്ട്. എന്തിൻ്റെയാണാവോ? വള്ളത്തിൽ മുങ്ങിയതിനുള്ള കപ്പാണാവോ? പറയാൻ പറ്റില്ല. അവിടെ വലിയൊരു കപ്പ് ഇരിക്കുന്നുണ്ട്. എന്തിൻ്റെ കപ്പാണാവോ? വെള്ളം കൂടിയതിനുള്ള കപ്പാണാവോ? പറയാൻ പറ്റില്ല. അപ്പോൾ വെള്ളം അവിടെ ഇവിടെയൊക്കെ കൂടിയിക്കണ്. ഇത് പാറക്കലത്തെ ദൃശ്യമാണ് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ പകർത്തിക്കൊണ്ടിരി. ഇവിടെ ആകെ വെള്ളത്തിൻ്റെ അടിയിൽ പെട്ടിക്കണ്.
ആ ആകെ പയച്ചിക്കണല്ലോ, പിടുത്തം വിട്ടല്ലോ. ആ പൊടിയും കൂടി ഉള്ള പറഞ്ഞിട്ട് ഇവിടെ ഒത്തിരിക്കണ്ട. രാത്രി ഞങ്ങൾ വിളിക്കാൻ പറ്റില്ല. വള്ളത്തിന്റെ ഭാഗം ഒന്നും എടുക്കാൻ പോവാട്ടാ. ഒന്നുണ്ട് ചെരിഞ്ഞിരുന്നോളി. ഇതാ മുസ്തഫ അതിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുന്നുണ്ട്. ഇനി ഒരു പൊടിയും കൂടി ഉള്ളും കയറാന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുക. പൊടിയും കൂടി ഉള്ളത് പറഞ്ഞിട്ട് കുത്തിരിക്കണ്ട. എങ്ങനെയും പുറത്തേക്ക് കഴിച്ചലായിക്കോ. രാത്രി ഫോൺ വിളിച്ചാൽ ആരും എടുക്കില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ കരഞ്ഞു പോവും. ഇതാ പാടം. ഇത് സലാമിൻ്റെ വീട്, ഏഷ്യൻ ലൈൻ സലാമിൻ്റെ വീട്. ഒക്കെ വെള്ളത്തിലാണ്. കോരിവലായിട്ട് കാത്തുത്തീർന്നോളി എല്ലാരും. കോരിവലായിട്ട് ഇതാ വെള്ളത്തിൽ പെട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരുന്നു. എന്തൊക്കെ ഹലാക്ക ഉണ്ടാക്കിയിരിക്കണാണാവോ. പിന്നെ ഇവിടെ ചിറിൽ ചൂത്തിരിക്കണ്ട. എവിടേക്കെങ്കിലും കഴിച്ചലാവാ നോക്കിക്കോ. അപ്സരണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ അത് നല്ല പഠിപ്പാ. പിന്നെ അപ്സറിന്റെ മേലക്ക് കയറുമ്പോ പ്രശ്നമായിട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിത് യൂട്യൂബ് ചാനലല്ലേ. ഇജി എന്ത് വെള്ളത്തിൽ തല കുത്തി പിടിച്ച് നിർത്തിയിട്ട് വെട്ടേണ്ടി വരും. എവിടെ ഇതെന്താ വണ്ടി താനാ? അല്ല പോത്തൊക്കെ തോത്തില. വണ്ടര ഡീസലൊക്കെ പോകണ്ട്. ഇതാ നമ്മള് ഇതിപ്പോ ഏതുവരെ ഉള്ളുണ്ട്? 10,000 ഉണ്ടാ? മീനൊക്കെ പോണ്. ആ പിന്നെ അപ്സറിന്റെ മേൽക്ക് അനക്ക കയറാൻ പറ്റുള്ളൂ. പെട്ടി കൊണ്ടാൻ പറ്റില്ല. അയച്ച് മനസ്സിലായിക്കോ. പെട്ടിയൊക്കെ എടുത്തോ. അപ്പൊ നമ്മളെ പാറക്കലത്തെ ദൃശ്യങ്ങളാണ്. ഇതാ മീൻപെട്ടിയൊക്കെ ഒലിച്ചു പോണ്. ആകെ വെള്ളം കയറിക്കണ്. ഇനി പാറക്കലത്തെ ദൃശ്യം കിട്ടിയില്ലാന്ന് യൂട്യൂബ് ചാനലില്. എന്താ പാമ്പുണ്ടാ? പെരിച്ചായ? ഓ പാമേ, മീൻപെട്ടിനുള്ളിൽ ഒരു പെരിച്ചായി കയറി കിടക്കുന്നുണ്ട്. ഇത് നടയിലേക്ക് കയറോ? അതാ ഒഴിഞ്ഞു പോ പെരിച്ചായേ. പണ്ടാറം മേത്ത് വന്ന് കയറുവോ? കര കിട്ടാ വെള്ളത്തിലേ. പോട്ടെ രക്ഷപ്പെട്ടോ. ഇവിടെ മനുഷ്യന്മാരെന്നെ പണി ചെയ്യുന്ന കാല. പിന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ഇവിടെ വെക്കുക? പോയി എവിടെയെങ്കിലും പിടുത്തം കിട്ടിയാ കയറിക്കോളി പോട്ടെ. ഇപ്പൊ വെള്ളത്തിന്റെ അടിയിലായിക്കണ്. കട്ടലും പായും തലാണിയും ബെഡും ഒക്കെ കയ്യിൽ നിന്ന് പോയിക്കണ്. ഇത് നമ്മളെ കുഞ്ഞാമ്മക്കാടെ വീട്. ഇനി പാറക്കലത്തെ ദൃശ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ട. ഇത് വേറൊരു വീട്. വെള്ളത്തിന്റെ അടി വെട്ടിക്കിട്. ഒക്കെ വെള്ളത്തിന്റെ അടിയിലാ. സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലിന്റെ ദൃശ്യങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാ പാറക്കല ഏരിയയിലെ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ആണ് കാണുന്നത്. ഇതാ നമ്മളാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ വെള്ളത്തിന്റെ അടി വെട്ടിക്കണേ. 2 ചെക്കന്മാരെ അവിടെ ഉണ്ട്. ഇതാണ് പാറക്കല രൂപം. കണ്ടോളി. ഇനി കയറാത്ത ഇതുവരെ മഴ പെയ്തതിൽ ഇവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചേക്ക് ഓർമ്മയിൽ ഇങ്ങനെ ഒരു വെള്ളം പൊന്തലുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഫുള്ള് വെള്ളം കയറി ആകെ ഹലാക്കായിക്കണ്. ഫാറൂഖിന്റെ വീട്.
ഫാറൂഖിന്റെ വീടാണ് ആ കാണുന്നത്. ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്ന രണ്ടാൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഒരാളാണ് ഇപ്പോ വെള്ളക്കെട്ടും കാര്യങ്ങളും നല്ല ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു കര കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മള് അങ്ങോട്ട് പോണത്. പെടാൻ പെട്ട് എന്നാ പോരെ. വെള്ളം ഒലിച്ചും കൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്തേക്കും കാര്യങ്ങളൊക്കെ. വീട്ടിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ. കുത്തി തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓല് കൂടുതലാണെന്നാ പറഞ്ഞത്. ആ സൈഡിൽ കൂടെ അല്ലാതെ പോണ്ട. അവിടെ ഒരു കിടങ്ങുണ്ടായിരുന്നു. കാവത്തിനൊപ്പം ഇപ്പൊ വെള്ളം അയക്കണ്. കാവത്തിനൊപ്പം വെള്ളത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പന്താവൂർ കക്കടിപ്പുറ റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. പന്താവൂർ കക്കടിപ്പുറ റൂട്ട്. വാഹനങ്ങളൊന്നും ഇതിൽ കൂടെ വരില്ല. അയച്ചിട്ട് ഇതിൽ കൂടെ കൊണ്ടുവരണ്ട. ഇതൊരു ഓവിച്ചാല്. ഇത് പാടം നിറഞ്ഞിച്ചിട്ട് ഇതാ ഈ ഭാഗത്തേക്ക് വരുന്നത്. കാളാച്ചാല് ഭാഗത്ത് നല്ല മീൻ കുടിക്കുന്നുണ്ട്. ഒരു വലയായിട്ട് വരേണ്ടി വരും. 2 വല വീശേണ്ടി വരും. വീഡിയോ ലെങ്ത് കുറച്ച് കൂടുതലുണ്ടാവും. വീഡിയോ ലെങ്ത് കുറച്ച് കൂടുതലാണ്. ഇത് നമ്മളെ ഫൈസൽ കടമാനാണ്. ഓഫ് ചെയ്യണ പരിപാടിയില്ല. വീഡിയോ 30 മിനിറ്റ് 40 മിനിറ്റ് ഇപ്പം ഇടുക. പിന്നെ ഇപ്പോ വന്നിട്ട് ഇങ്ങനെ ഒരു വെള്ളം കാണാൻ പറ്റിയതിൽ എന്താണ് എൻ്റെ അഭിപ്രായം? രസ ദുഃഖ രണ്ടുണ്ട്. അവിടെ അമീർക്കട വീട്ടിലൊക്കെ ഭയങ്കര വെള്ളം കയറിക്കുന്നു. എല്ലാ വീട്ടുകളിലും വെള്ളം കയറിയിരിക്കണേ. അപ്പൊ ദുഃഖമുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ വെള്ളം കയറില്ല. ആ സന്തോഷമുണ്ട്. സന്തോഷം. എൻ്റെ വീട്ടിൽ വെള്ളം കയറിയില്ല വെച്ചാൽ സന്തോഷമല്ല. സന്തോഷിക്കണ്ട, ആരും സന്തോഷിക്കണ്ട. എല്ലായിടത്തും കയറും. ഇനി കുറച്ച് കഴിഞ്ഞാൽ അവിടെയും കയറും. വെള്ളം കയറും എന്നുള്ള ഇതാ. അതാ നൗഷാദും സംഘം പോകുന്നുണ്ട്. വെള്ളത്തിൽ കൂടെ നൗഷാദും സംഘം. ഒന്നുകൊണ്ടോ പാറക്കല ദൃശ്യങ്ങളാണ് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തിനാ നമ്മളിപ്പോ ഫൈസൽക്കാടെ വീട്ടിന്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്യാമറ ഉണ്ട്. അയച്ചിട്ട് വെള്ളം കയറിയിരിക്കണ വെച്ചിട്ട് ആരും ഇങ്ങോട്ട് കക്കാൻ വരണ്ട. ക്യാമറ പതിയും. ഇതവിടെ ക്യാമറ ഉണ്ട്. വെള്ളം കയറിയിരിക്കണ വെച്ചിട്ട് വീട് ഒഴിഞ്ഞു പോയിച്ചിട്ട് ആരും കക്കാൻ വരണ്ട. കള്ളന്മാര് വരണ്ട. ഇവിടൊക്കെ ക്യാമറയാണ്. എല്ലായിടത്തും ക്യാമറയാണ്. മലമ്പാമ്പ്, ചേര, മുതല, അയക്കോറ ഏത് കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ക്യാമറയിൽ കാണാൻ പറ്റും. ആ പാമ്പ് ഏത് ടൈമിൽ കയറിപ്പോയാലും കള്ളന്മാര് കയറിപ്പോയാലും ഈ റൂട്ടിൽ കൂടെ എങ്ങനെ പോയാലും നമുക്ക് പിടുത്തം കിട്ടും. അല്ലെങ്കിൽ പിടിക്കും നമ്മള്. അൽഫലാഹ് സ്കൂളിന്റെ ഭാഗങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഫലാഹ് സ്കൂളിന്റെ ഭാഗങ്ങൾ ഇതാ. ഇവിടേക്കും വെള്ളം കയറിയിരിക്കണ്. വെള്ളം കയറിയില്ലാതെ നുണ പറഞ്ഞു. അവന് വീട്ടിന്റെ ഉള്ളിലേക്കല്ല, വീട്ടിന്റെ പുറത്ത് കയറിയില്ലേ. ഇത് നമ്മളെ ഫൈസൽക്കാടെ വീട്. ഇവിടെ ആളിവിടെ ഉണ്ടാണോ അറിയില്ല. ഒന്നും കൊണ്ട് ഇറങ്ങി പോരെ. ഒന്നുകൊണ്ട് ഇറങ്ങി വാ. ഇങ്ങനെ ഇറങ്ങി വായോ. പിന്നെ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. പല പ്രാവശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്ര ഉണ്ടായിട്ടാ.
അപ്പോ അതിപ്പോ ഈ ഒരു 10-40 വർഷത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ഉണ്ടായിട്ടുണ്ടാ? ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. ഇല്ലെന്ന് പൊതുവെ നമ്മള് വന്നതിന്റെ ശേഷം ഉണ്ട്. 20 വർഷമായിട്ടുള്ളത് അറിയില്ല. അതെ. അന്ന് നമ്മളെ ഗവൺമെന്റ് മരിച്ചന്ന് നല്ല മഴ ഉണ്ടായിട്ടുണ്ട്. നല്ല മഴ ഉണ്ടായി. വെള്ളം ഉണ്ടായിട്ടില്ല. നമ്മളപ്പുറത്ത് അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനില്ലേ? ഒരു ബോട്ടായിട്ടുണ്ട് വരാനില്ല ഗൾഫിൽ നിന്ന്? അല്ല, ഇവിടെ നമുക്ക് അതിനൊക്കെ ബോട്ടിലൊന്നും ആവശ്യമില്ല. നമ്മളൊക്കെ ഈ വെള്ളത്തിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. എന്നാലും ഒരു ബോട്ടൊക്കെ ആണെങ്കിൽ ഞമ്മക്കൊന്ന് ഉല്ലാസയാത്ര ചെയ്യാറുന്നില്ലേ? അത് നമുക്ക് നോക്കാം. ഞങ്ങള് ശ്രമിക്കുന്നുണ്ട്. അതെ, ഇത് നമ്മളെ സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ആൾക്കാർക്ക് ഗൾഫിലുള്ളവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചാനൽ ഇട്ട് കൊടുത്താണ്. ദിലീപ്ക, എന്താ വെള്ളത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? 2 വാക്കുണ്ട് പറഞ്ഞാണ്. ആ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഭയങ്കര ദുഃഖത്തിലാണ്. വെള്ളം കണ്ടിട്ട് നമ്മളാരും ചിരിക്കും ചാടി കളിക്കൊന്നും വേണ്ട. വയനാട് പല ഭാഗങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ വെള്ളച്ചാട്ടത്തിലൊക്കെ പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. മഴക്കൊരു ശമനമില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഫൈസൽക്കാട് വീട്ടിലുള്ളത്. ഇങ്ങോട്ട് വാ. എനിക്ക് നീന്തം പഠിക്കണ? എന്താ നീന്തം പഠിക്കണ്ടെന്ന്? പിന്നെ